നേരിട്ട് കർദിനാളാകുന്ന ആദ്യ ഇന്ത്യൻ വൈദികൻ. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിന് വത്തിക്കാൻ കർദിനാൾ പദവി നിഷേധിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശിയായ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടച്ചനെ കർദിനാളായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. സിറോ മലബാർ സഭയുടെ പൗരാണിക പൗരസ്ത്യ പാരമ്പര്യ കൽദായരെ മാർപ്പാപ്പ അംഗീകരിക്കുന്നതിൻ്റെ സുപ്രധാന തെളിവാണ് ചങ്ങനാശ്ശേരി സ്വദേശിയായ വൈദികനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്. നിർവഹിക്കുന്ന കർത്തവ്യത്തോട് കൂറു പുലർത്താത്ത മാർ റാഫേൽ തട്ടിലിന് അത് വലിയ തിരിച്ചടിയായി. പൗരസ്ത്യ സഭകളിൽ വലിപ്പം കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ എറണാകുളം അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രതിസന്ധിയിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചതോടെ പരിശുദ്ധ സിംഹാസനം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും മേജർ ആർച്ച് ബിഷപ്പിന് കർദിനാൾ പദവി നൽകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും കാർഡിനൽ കോൺസിസ്റ്ററിയും തയ്യാറായില്ല. എന്നാൽ നിലവിൽ പഴയ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി കർദിനാൾ പദവി തുടരുന്നു. സഭയിലെ പ്രധാന അധികാരങ്ങൾ പുതിയ പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന് നൽകിയേക്കുമെന്നും സൂചനകൾ. ഈ പ്രത്യേക സാഹചര്യത്തിൽ എറണാകുളം അതിരൂപത കൂരിയയെ പിരിച്ചുവിടണം. മുഴുവൻ വിമത വൈദികരെയും നീക്കം ചെയ്യണം. സഭാ പ്രശ്നങ്ങളെയും സഭയോടൊപ്പം നിൽക്കുന്ന അൽമായ വിശ്വാസികളെയും പരിഗണിക്കാതെ അൽമായരെ പെരുവഴിയിൽ ഇറക്കിയതിനും ലോകം മുഴുവൻ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കറങ്ങി നടന്നതിനും ഒരു പണി മാർപ്പാപ്പയും കൊടുത്തു എന്ന് വേണം അനുമാനിക്കാൻ. മേജർ കർദിനാൾ സ്ഥാനം സ്വപ്നം കാണാതെ മേജറായി തന്നെ ഒതുങ്ങി നിന്നാൽ മതിയെന്നാണ് മാർപ്പാപ്പ പറയാതെ പറഞ്ഞു വെച്ചത്. അക്കൂട്ടത്തിൽ എറണാകുളത്തെ പൈശാചിക ബാധിതരായ വിമത കോമരങ്ങളുടെ മുഖത്ത് കൊടുത്ത പ്രഹരവുമാണ് ചങ്ങനാശ്ശേരിക്കാരനായ ഒരു വൈദികനെ നേരിട്ട് കർദിനാൾ ആക്കിയത്. നിയുക്ത കർദിനാൾ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടച്ചന് എറണാകുളം അതിരൂപതയുടെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് സഭയോടൊപ്പം നന്ദിയോടെ തോമസ് കാഞ്ഞിരത്തിങ്കൽ, സെന്റ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന ചർച്ച്, നോർത്ത് പറവൂർ.